ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ഗ്രേവിയോടൊക്കെ കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കാണാൻ കളറുകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ അത്ര മൊഞ്ചില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കന് എല്ലില്ലാത്തതും എല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഗ്രേവിയുടെ ഒക്കെ ഒരു ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. സോയ സോസൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. സമയമില്ലാന്നുണ്ടെങ്കിൽ അത്രയും വെക്കണം, ഒരു 15 മിനിറ്റൊക്കെ വെച്ചാലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ അല്ലാത്ത ഓയിൽ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയിലാവുമ്പോൾ അതിൻ്റെ നമുക്കൊരു ടച്ച് കിട്ടുമോ, ഒരു ചൈനീസ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ടച്ച് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യത്തെ പകുതി ഇതുപോലെ എല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരികയും ചെയ്യും. ഇടയ്ക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് വൈറ്റ് കളറിലാണ് ഈ ഒരു ചിക്കൻ ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു സെയിം ഓയിലിൽ തന്നെ കുറച്ച് മാറ്റിയിട്ട് കുറച്ച് അവിടെ വെച്ചിട്ട് അതിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട്, അത്രയും വേണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതുപോലെ വലിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 6-7 വെളുത്തുള്ളി വട്ടത്തിലിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ 2 പച്ചമുളക് കൂടെ അതുപോലെ നടുക ഇങ്ങനെ കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള, വലിയ സവാളയാണ് കേട്ടോ, അതുപോലെ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യൂലേ, ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ക്യാപ്സിക്കം ഒന്നും ചേർക്കുന്നില്ല, അത് കയ്യിലില്ലാത്തതുകൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ച് നല്ല റെസ്റ്റോറൻറ്റ് ടച്ചിലുള്ളൊരു കറിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയൊരു തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ സവാളയൊക്കെ വഴന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ തക്കാളിയുടെ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരണം. ആ തക്കാളിയുടെ ആ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് നന്നായിട്ട് കുക്കായി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് 1/2 ടീസ്പൂൺ മുളക് പൊടിയായിട്ട് ചേർക്കുന്നത്. മുളക് പൊടി ഒരുപാട് നമ്മളിതിൽ ചേർക്കുന്നില്ല. നമുക്ക് ഈ ഒരു കറിയുടെ മെയിനായിട്ട് ഫ്ലേവർ വരുന്നത് കുരുമുളകിൻ്റെ ഫ്ലേവറാണ്. അപ്പം മുളക് പൊടി ഞാനൊരു ചെറിയൊരു കളർ ചേഞ്ചിന് മാത്രം ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൽ രണ്ടും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എത്രയാണോ നമുക്ക് ഇതിൻ്റെ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ അത് ലൂസായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത് തിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളമായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തില്ല, അതൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വെള്ളമൊക്കെ തിളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും, നല്ലൊരു കൊഴുപ്പുള്ള ഗ്രേവി ആയിട്ട് വരും.
അതിനുശേഷം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ചിക്കൻ ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ട് തിളക്കണം കേട്ടോ, എന്നാൽ ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റൊക്കെ അതിൽ വരുള്ളൂ. പിന്നെ അതെ, ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മല്ലിയില നിങ്ങൾക്കറിയോ, ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞൊരു ചിക്കൻ റെസിപ്പിയിലും ഈ ഒരു മല്ലിയില തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ മറ്റേ മല്ലിയില ഇല്ലാത്തപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മല്ലിയില ഉണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് അതിലേക്ക് 1 ടീസ്പൂൺ കൂടെ നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ കിട്ടും. ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. വീട്ടിലുള്ള ചേരുവയൊക്കെ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയാണ്. ഇത് പൊറാട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കാണാൻ അത്ര മൊഞ്ചൊന്നുമില്ല. കാണാൻ മൊഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കളറ് അത്ര നല്ലതല്ലല്ലോ, അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നമ്മുടെ വീഡിയോസ് നിങ്ങൾ FBയിലാണ് കാണണമെങ്കിൽ FB പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.